സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് അയച്ചു കൊടുത്ത പ്രവാചകന്മാരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമും. ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കൊണ്ടത്തിലെറിയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല തീയോട് പറഞ്ഞു, എൻ്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നീ തണുപ്പും രക്ഷയുമേകണമെന്ന് പറഞ്ഞപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു പോവുകയും നബി അലൈഹി സ്വലാം പുറത്തു വരികയും ചെയ്തപ്പോൾ വിശ്വസിച്ച ഏക മനുഷ്യനായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാം. അങ്ങനെ അവർ അവിടുന്ന് സിറിയയിലേക്കും ജോർദാനിലേക്കും ഈജിപ്തിൻ്റെ പ്രവിശ്യയിലേക്കും വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി സ്വലാമിനെ തൻ്റെ റസൂലും പ്രവാചകനുമായി തിരഞ്ഞെടുത്തു. വളരെയധികം പ്രയാസമുള്ള സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്. സദൂം എന്ന പ്രവിശ്യയിലെ ജനങ്ങൾക്ക് നേർവഴി കാണിക്കുക എന്ന ദൗത്യമായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ മേൽ അള്ളാഹു ചുമതലപ്പെടുത്തിയത്. സദൂം എന്ന് പറയുന്ന പ്രവിശ്യയിലെ ജനങ്ങൾ വളരെയധികം മോശപ്പെട്ടതും മറ്റു ജനങ്ങളെ പോലെ തന്നെ ബഹുരേവ ആരാധകരും ശിർക്ക് ചെയ്യുന്നവരും കൊള്ള ചെയ്യുന്നവരും കൊല ചെയ്യുന്നവരും അതിനേക്കാളൊക്കെ ഉപരി അവർ ചെയ്തിരുന്ന ഏറ്റവും വലിയ പാപം തൻ്റെ മുൻഗാമികൾ ആവർത്തിക്കാത്തതായിരുന്നു. എന്തായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കോപത്തിന് അർഹമായ കാര്യം അവർ തങ്ങളുടെ ഇണകളായി കണ്ടെത്തിയത് അവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളെയല്ല, മറിച്ച് അവർ തൻ്റെ ഇണകളായിട്ട് കണ്ടെത്തിയത് അവരിൽ തന്നെ ഇടയിലുള്ള പുരുഷന്മാരെ ആയിരുന്നു. ഈ ഒരു സ്ഥലത്തേക്കാണ് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നിയോഗിക്കുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിലേക്ക് ചെന്നിട്ട് അവർ ഉത്ബോധിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധന നിങ്ങൾ ഒഴിയണേ, നിങ്ങൾ ചെയ്യുന്ന കൊല നിർത്തണേ, നിങ്ങൾ ചെയ്യുന്ന ഈ ഏറ്റവും മോശമായ ലോകത്തിന്നേ വരെ നിങ്ങളുടെ മുൻഗാമികളാരും കേട്ടുകേൾവി പോലുമില്ലാത്ത നിങ്ങൾ ചെയ്യുന്ന ആണും തമ്മിലുള്ള ഹോമോസെക്ഷുവാലിറ്റി നിർത്തണേ എന്ന് പറഞ്ഞ സന്ദർഭം ആ ജനങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞു. ശ്രദ്ധിക്കണേ, ഒരാളല്ല, രണ്ടാളല്ല, ഒരു കൂട്ടം ആളുകളല്ല, ഒരു മുഴുവൻ പ്രവിശ്യ തന്നെയാണ് തങ്ങളുടെ ആണുങ്ങളുമായി വ്യഭിചരിച്ചിരുന്നത്. അവർ അതിനകത്ത് വല്ലാതെ പ്രൗഢി കൊണ്ടു. അവർ ചെയ്തിരുന്ന തെറ്റുകൾ അവർ പരസ്യമാക്കാൻ തുടങ്ങി. എപ്രകാരമെന്ന് ചോദിച്ചാൽ, അവർ ചെയ്യുന്ന തെറ്റുകൾ വളരെയധികം ഓപ്പണായിട്ട് പരസ്യമായി ചെയ്യുകയും അതിലേക്ക് വളരെയധികം ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവർ തങ്ങളിലുള്ള പെണ്ണുങ്ങൾ ഒഴിവാക്കിയിരുന്നു. എന്നിട്ട് അവരിലുള്ള ആണുങ്ങളുമായിട്ടായിരുന്നു അവർ ലൈംഗികമായി ബന്ധപ്പെട്ടത്. ഈ സന്ദർഭത്തിലാണ് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവിടേക്ക് വരുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രവണതകൾ നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഘോരമായ ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരും, നിങ്ങൾ അതുകൊണ്ട് നിർത്തണേ. അപ്പോഴേക്കും അവർ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ? നിങ്ങളൊരു വരുത്തനാണ്, നിങ്ങൾ എന്താണ് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത്? അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങളോ ആർഭാട ജീവിതമാണോ വേണ്ടത്? അതാണോ നിങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് വന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളിൽ നിന്നും യാതൊരുവിധ ഗുണങ്ങളോ യാതൊരുവിധ ഉപഹാരങ്ങളോ ഒരു പൈസ പോലും എനിക്ക് ആവശ്യമില്ല. എനിക്ക് പ്രതിഫലം നൽകുന്നത് ലോകത്തിൻ്റെ തമ്പുരാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ സന്ദർഭത്തിൽ അവർ ഒന്നടങ്കം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞു. നന്മ കൽപ്പിക്കാൻ പോയ പ്രവാചകന്മാർക്ക് മുഴുവൻ നേരിടേണ്ടി വന്ന ഒരു ഭയങ്കരമായ കാര്യമായിരുന്നു സ്വന്തം ജനതയിൽ നിന്ന് എതിർപ്പുകൾ വരിക.
അങ്ങനെ അവർ ലൂത്ത് നബിയെ ധിക്കരിക്കുകയും വീണ്ടും കുഫ്രിലേക്കും മറ്റ് ഷിർക്കിലേക്കും തിരിയുന്നതിനോടൊപ്പം സദൂം എന്നുള്ള പ്രവിശ്യയിലേക്ക് കാണാൻ വരുന്ന സഞ്ചാരികളെ, അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന തീർത്ഥാടകരെ, അതുമല്ലെങ്കിൽ കച്ചവടക്കാരെ അവർ കൊന്നുകളയാറുണ്ടായിരുന്നു, ചരക്കുകൾ അപഹരിച്ചെടുക്കാറുണ്ടായിരുന്നു. മാത്രവുമല്ല, പുതുതായിട്ട് ആ നാട്ടിലേക്ക് വരുന്ന ആളെ കൊണ്ടുപോയി രാത്രി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഉപഭോഗ വസ്തുവാക്കുവാറുണ്ടായിരുന്നു. ഇത്രത്തോളം നീചനായ മോശമായ ഒരു കാലഘട്ടത്തിലായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ അല്ലാഹുവിങ്കൽ അടുക്കിലേക്ക് വിളിച്ചത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നീചമായ കാര്യം നിർത്തണേ, ശൈത്താനിയത്തിന്റെ ഈ കാര്യം നിങ്ങൾ നിർത്തണേ, നിങ്ങൾ കൊല നിർത്തണേ, നിങ്ങൾ കൊള്ള നിർത്തണേ എന്ന് പറഞ്ഞ സന്ദർഭം അവർ നബിയെ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ ഞങ്ങളുമായി മിണ്ടണ്ട, നിങ്ങളുടെ സംസാരം കേട്ട് ഞങ്ങൾക്ക് തലവേദനകളും ഞങ്ങൾക്ക് മാനസികമായ നഷ്ടങ്ങളും ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് പിരിമുറുക്കങ്ങളുണ്ടാകുന്നു. അതിനാൽ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കരുത്, പുറത്തുനിന്ന് വരുന്ന ആരുമായി നിങ്ങൾ യാതൊരു ബന്ധവും പുലർത്തരുത്. മാത്രവുമല്ല, നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിങ്ങൾ റബ്ബിലേക്ക് വിളിച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഈ സിറ്റിയുടെ, ഈ പ്രവിശ്യയുടെ, ഈ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സന്ദർഭം അവർ വീണ്ടും അവരിലേക്ക് തന്നെ വീണ്ടും ആഹ്ലാദിച്ചു. എന്നിട്ട് അവർ നബിയോട് പറഞ്ഞത്, ഏ നബിയെ അലൈഹിസ്സലാം, നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നത് മോശമായി തോന്നിയേക്കാം, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തുവാണോ ഞങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഞങ്ങൾക്ക് ആനന്ദമുള്ളതും അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ സന്ദർഭം ഒരാൾ പോലും ഇസ്ലാം മതം സ്വീകരിച്ചില്ല. ആ നാട്ടിൽ നബിയും കുടുംബവുമല്ലാതെ ഒരു ഇസ്ലാമിന്റെ കുടുംബമില്ല, ഒരു മുസ്ലിമില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഘോരമായ അവന്റെ ശിക്ഷ വരും. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞതെന്താണ്? അവർ പേടിച്ച് പിന്മാറിയില്ല, അവർ ഒന്നും പറഞ്ഞില്ല, അവർ ഒന്നടങ്കം പറഞ്ഞു. അവരെന്താ പറയാൻ കാര്യം? അവർ ഈ ലൈംഗികം ചെയ്ത് പരസ്യമായി ചെയ്തവർ അതിനകത്ത് വമ്പ് പറഞ്ഞു നിന്ന് ആഹ്ലാദിക്കുന്ന സമയം അവർ പറഞ്ഞത്, നിങ്ങളുടെ റബ്ബിന്റെ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരൂ, നിങ്ങൾ സത്യവാനാണെങ്കിൽ നിങ്ങൾ പറയുന്ന റബ്ബിന്റെ ശിക്ഷ ഞങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവരൂ. ഇതും കൂടെ കേട്ടപ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് മനസ്സിലായി, ഇനി ഒരാൾ പോലും വിശ്വസിക്കുകയില്ല, ഇനി ആരെയും ഞാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ രണ്ട് കൈകളും ഉയർത്തി ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാം, ഇവർ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു തആല 3 മലക്കുകളെ അയച്ചു. സുന്ദരന്മാരായ 3 മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആ കാലഘട്ടക്കാരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചെന്ന് കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചെന്നപ്പോൾ ഒരു നല്ല പൊരിച്ച ആട്ടിന്റെ മാംസവുമായിട്ടാണ് പോയത്. നല്ലൊരു മാംസം കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളെ എനിക്ക് പരിചയമില്ലല്ലോ, നിങ്ങൾ ആരാണ്? അപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ഞങ്ങൾ മെസ്സഞ്ചറാണ്. ഇബ്രാഹിം നബിയെ, നിങ്ങൾക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്നാണ് അലൈഹിസ്സലാം. ശേഷം പറഞ്ഞു, ഞങ്ങൾ വേറൊരു ദൗത്യവുമായിട്ടാണ് വന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാനും അവർക്കിടയിലേക്ക് അള്ളാഹുവിൻ്റെ അദാബ് ഇറക്കാനും ഓർഡറുണ്ട്, നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, അവർക്കിടയിലല്ലേ ലൂത്ത് അലൈഹിസ്സലാം ജീവിക്കുന്നത്? അപ്പോഴേക്കും മലക്കുകൾ പറഞ്ഞു, നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും ആരൊക്കെയാണ് ശിക്ഷിക്കുമെന്നും അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. ശേഷം നല്ല സുന്ദരന്മാരായി ഒരുങ്ങിക്കൊണ്ട് 3 മലായികകൾ സദൂമിന്റെ പ്രവിശ്യയിലേക്ക് കടങ്ങുന്നു. എങ്ങനെയുള്ള സദൂമാണ്? ആണുങ്ങളുമായി വ്യഭിചരിക്കുന്ന സദൂമിലേക്ക് ഏറ്റവും സുന്ദരമായ കോലത്തിൽ, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ 3 ആണുങ്ങളുടെ രൂപത്തിൽ മലായികങ്ങൾ അള്ളാഹു പറഞ്ഞയക്കുകയാണ്. പരീക്ഷണത്തിന് മുമ്പുള്ള അള്ളാഹു നൽകിയ ആ ജനതയ്ക്ക് വേണ്ടി ആകർഷിപ്പിച്ച ഒരു സംഭവം.
അങ്ങനെ ദൂരത്ത് നിന്ന് അവരെ കണ്ടതാകട്ടെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൾ. ആ മകൾ ഓടിച്ചെന്ന നബിയോട് പറഞ്ഞു അലൈഹിസ്സലാം, ലൂത്ത് നബിയെ, അതാ 3 ചെറുപ്പക്കാർ സൊദോമിന്റെ പ്രവിശ്യയിലേക്ക് വരുന്നുണ്ട്. കാണാൻ ഇത്രയും ഭംഗിയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അവരെങ്ങാനും വന്നാൽ നമ്മുടെ ജനത അവരെ ആക്രമിക്കില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം ഓടി ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഈ നഗരം വളരെയധികം മോശമാണ്, ഈ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ വളരെ മോശമാണ്. നബിയുടെ മനസ്സിൽ അവരെ തിരിച്ചയക്കലായിരുന്നു. നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിഥികളാണ്. അതിഥികൾ ഇസ്ലാമിൽ വിലക്കാൻ പാടില്ലല്ലോ, അവർ തിരസ്കരിക്കാൻ പാടില്ലല്ലോ. നബി ആകെ വിഷമത്തിലായി. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ വളരെ മോശമാണ് എന്ന് കേൾക്കുമ്പോൾ അവർ തിരിച്ചു പോകുമെന്നാണ് നബി കരുതിയത്. പക്ഷെ അവർ മിണ്ടിയില്ല. അപ്പോൾ പിന്നെ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇരുട്ടാകുന്നത് വരെ ഇവിടെ ഒന്ന് വിശ്രമിക്കുക, അതിനുശേഷം പോകാം. അങ്ങനെ രാത്രിയുടെ ഇരുണ്ട നേരത്ത്, രാത്രിയുടെ യാമങ്ങളിൽ ആരാരും അറിയാതെ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴോ ലൂത്ത് നബിയുടെ ഭാര്യ ലഅനത്തുല്ലാഹി അലൈഹി, അവർ മറ്റു സമുദായങ്ങളിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ലൂത്ത് നബിയിൽ വിശ്വസിച്ചിരുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ ഈ സൊദോമിൻ്റെ മറ്റാൾക്കാരുമായിട്ടായിരുന്നു വിശ്വസിച്ചിരുന്നത്. ആ ഭാര്യ ആ നിമിഷം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും സൊദോമിലെ ജനങ്ങളോട് ലൂത്ത് നബിക്ക് നല്ല 3 സുന്ദരമായ ചെറുപ്പക്കാരെ കിട്ടിയ വിവരം പറഞ്ഞു. കാട്ടുതീ പോലെ ആ വിവരം അറിഞ്ഞു. അതാ അവരെല്ലാവരും കൂടി ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നു. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ, അങ്ങനെ ആ മുഴുവൻ പ്രവിശ്യയിലെ മുഴുവൻ ജനങ്ങളും വന്ന സന്ദർഭം ലൂത്ത് നബിയാകെ ഭയാകുലനായി, വിഷമത്തിലായി. തൻ്റെ അതിഥികളെ ഇവർ ഉപദ്രവിക്കുമോ? ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എൻ്റെ അതിഥികളെ അപമര്യാദയായി പെരുമാറുന്നു. നിങ്ങൾക്കിത് ചിന്തിക്കാൻ വയ്യേ? അപ്പോഴേക്ക് അവർ പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പുറത്തു വന്ന ആരുമായി ബന്ധം പാടില്ല. അങ്ങനെ അവർ തട്ടി പൊട്ടിക്കാനുള്ള ഇടിച്ചുകൊണ്ട് ആ വാതിലേക്ക് വളരെ ശബ്ദത്തോടെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ലൂത്ത് നബി നോക്കി, എങ്ങനെയാണ് വിവരം ചോർന്നത്? നോക്കിയപ്പോൾ ഭാര്യയെ കാണാനില്ല. അപ്പോൾ മനസ്സിലായി ഭാര്യയാണ് വിവരം അറിയിച്ചത്. അവസാനം അവർ വാതിലുകൾ തല്ലിപ്പൊളിക്കുമെന്നായപ്പോൾ ലൂത്ത് നബി വിളിച്ചു പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ മക്കളെയോ ഈ നാട്ടിലുള്ള നല്ല പെൺകുട്ടികളോ വിവാഹം കഴിച്ച് ഞാൻ തരാം, ഹലാലാക്കി തരാം. നിങ്ങൾക്ക് ലൈംഗികമായി ഉപയോഗിക്കാമല്ലോ, നിങ്ങൾക്ക് ആസ്വാദനം കണ്ടെത്താമല്ലോ. അവർ പറഞ്ഞ മറുപടി എന്താണ്? ലൂത്ത് നബിയെ അലൈഹിസ്സലാത്തു വസ്സലാം, ഞങ്ങൾക്ക് പെൺകുട്ടികളുടെ ഭ്രമമില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. ആ സമയത്ത് ലൂത്ത് നബി വിചാരിച്ചു പോയി, എനിക്ക് കുറച്ച് ആൺമക്കളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ നശിപ്പിക്കാമല്ലോ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിഷമമായ സന്ദർഭത്തിൽ ആ വന്ന 3 ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ലൂത്ത് നബിയെ അലൈഹിസ്സലാം, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാലാഖമാരാണ്. ആ നിമിഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്നും ഇറങ്ങി വരികയും ഒരൊറ്റ ചിറകുകൊണ്ട് ഒരു വീശലോടുകൂടി അവിടെയുള്ള മുഴുവൻ ആൾക്കാരും, ലൂത്ത് നബിയും ചുറ്റുമുള്ള തൻ്റെ കുടുംബവും അല്ലാതെ മറ്റുള്ളവരെല്ലാം കണ്ണിലേക്ക് ഇരുട്ട് കയറുകയും അവർ വിളിച്ചു പറയും, ലൂത്ത് നബി, ഞങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യമാണ്, നിങ്ങളാണിത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെന്തോ മാജിക്ക് ചെയ്തതാണ്, നിങ്ങളെന്തോ തന്ത്രം ഉപയോഗിച്ചതാണ്, നിങ്ങളെന്തോ സിഹർ ചെയ്തതാണ്. നമ്മൾക്ക് പിരിഞ്ഞു പോകാം. നാളെ ഞങ്ങൾ വന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ കൊന്നുകളയും, വധിച്ചു കളയും. അങ്ങനെ വധിക്കാനുള്ള തന്ത്രങ്ങളോ ആലോചിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് ആ മതിലുകൾ പറ്റിപ്പിടിച്ചുകൊണ്ട് പോയ സന്ദർഭം അള്ളാഹു പറഞ്ഞു, ലൂത്ത് നബിയെ അലൈഹിസ്സലാം, എത്രയും വേഗം നിങ്ങൾ ഈ നാടിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളുക. ഇല്ല, ഒരാളെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ ശിക്ഷയിറങ്ങിയ സമയത്ത് തിരിഞ്ഞു നോക്കുകയോ ചെയ്യും. നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പോയ സന്ദർഭം അള്ളാഹു 3 ശിക്ഷയാണ് ഇറക്കിയത്. രാവിലെയായി ലൂത്ത് നബി പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ജനങ്ങളിൽ നിന്നും. ആരും വിശ്വസിച്ചില്ല.
ഒരാൾ പോലും മുസ്ലിമായില്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ യഥാർത്ഥ കോലത്തിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് തൻ്റെ ചിറകിൻ്റെ അറ്റം കൊണ്ട് ആ പ്രവിശ്യാകെ ജനങ്ങളെ മുഴുവനായിട്ട് പൊക്കിയെടുത്തു. അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി, ഭൂമി കുലുങ്ങാൻ തുടങ്ങി. അങ്ങനെ അലമുറയായിട്ട് കരഞ്ഞു. ഒന്നാമത്തെ ശിക്ഷ, അവർ ഭയാഹലരായി കരഞ്ഞു, വളരെ ഉച്ചത്തിൽ കരഞ്ഞു. അവരുടെ കരച്ചിലുകൾ എത്രത്തോളം എന്നാൽ ആ സ്വർഗത്തിൻ്റെ അടുത്തുള്ള മാലാകമാർ കേട്ടു, മാലാകമാർ തസ്ബീഹ് ഇവരും കേട്ടു. ശേഷമോ രണ്ടാമത്തെ അവരുടെ മേൽ ഇറക്കപ്പെട്ട ശിക്ഷ, അത്രയും മുകളിൽ വെച്ച് അവരെ ഭൂമി തലകീഴായി മറിച്ച് കളഞ്ഞു. ഭൂമിയും മണ്ണും ജനങ്ങളും നേരെ താഴേക്ക് പതിച്ചു. പതിക്കുന്ന സമയത്ത് അവർ ഓരോരുത്തരുടെയും മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീക്കട്ടകൾ എറിയാൻ തുടങ്ങി. ഓരോ തീക്കട്ടയിലും അവരവരുടെ പേരുകളുണ്ടായിരുന്നു. ഒരാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ മേത്ത് വീണു, അടുത്തവൻ നോക്കുമ്പോൾ അടുത്തവൻ്റെ വീണു, മൂന്നാമത്തെ ആൾ ഇത് കാണുമ്പോൾ മൂന്നാമത്തവൻ മുകളിലേക്ക് നോക്കുമ്പോഴേക്ക് അവൻ്റെ മേത്ത് വീണു. ഇങ്ങനെ പോയി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ മേളിലും വീണ ഉറുപ്പുകൾ പ്രതിമയായി പോയി. നിമിഷ നേരം കൊണ്ട് ആ ജനതയെ മുഴുവൻ അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞു. ഒന്നാമത്തെ ശിക്ഷ, അവരെ ഭയാവിഹ്വലരാക്കി കരഞ്ഞാർത്തിരമ്പി. രണ്ടാമത് അവരെ മുത്തത്തെ പൊക്കിക്കൊണ്ട് ആകാശങ്ങളുടെ മേലിൽ വെച്ചിട്ട് കമഴ്ത്തി. മൂന്നാമത് അവർക്കിടയിലേക്ക് കല്ലിൻ്റെ തീമഴ പെയ്ച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് ഉത്തരം നൽകാതെ കാഫിറായി ചത്തുപോയ ആ ഒരു ജനതയുടെ ഇന്നും നമ്മൾ നേരിൽ കാണാൻ വേണ്ടി അല്ലാഹു വെച്ചിരിക്കുന്ന സ്ഥലമാണ് ജോർദാനിലുള്ള, ഈജിപ്തിലുള്ള ചാവുകടൽ. അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് ഉത്തരം നൽകാതെ ഉപ്പുകൾ പ്രതിമയായി പോയ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ പ്രതിമയും നമുക്ക് ഇന്നവിടെ കാണാം. ഇതാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ശേഷം ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കിലേക്ക് പോവുകയും ശേഷമുള്ള ജീവിതം ജനങ്ങളെ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് സല്ലൽ ജന്നത വഅദുകും മിനന്നാർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാബിഹി വസല്ലം അജ്മഈൻ.